ഉരുൾപൊട്ടലിന് പിന്നാലെ ആലപ്പുഴയിൽ ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ മന്ത്രിക്ക് പിരിച്ചു നൽകിയ പണം പഞ്ചായത്ത് കോർപ്പറേറ്റ് ഫണ്ടിലേക്ക് തിരിച്ചടപ്പിച്ച് ചുനക്കര പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്ത് സെക്രട്ടറി നിയമവിരുദ്ധമായ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് പണം തിരിച്ചടപ്പിച്ചത്. മന്ത്രി എം പി രാജേഷിന് പണം നേരിട്ട് കൈമാറിയതിന്റെ നീരസമാണ് പഞ്ചായത്ത് അധികൃതരുടെ നിയമവിരുദ്ധ നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം. വിശദീകരണ നോട്ടീസും പണം കൈമാറിയ ഫോട്ടോയും റിപ്പോർട്ടിന് കിട്ടി. എന്നാൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ. ടി വി പ്രസാദ്, മന്ത്രിക്ക് നേരിട്ട് പണം കൊടുത്താലും അത് പോകുന്നത് എന്താണോ ഉദ്ദേശിച്ചത് അതിനായല്ലേ? അവിടെ എന്തിനാണ് അങ്ങനെയൊരു ഈഗോ പഞ്ചായത്ത് എടുക്കുന്നത്? അങ്ങനെയാകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോട്ടോ പത്രത്തിൽ വരില്ലല്ലോ സുജയ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാവരും ചേർന്ന് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പോൾ തന്നെ 20,000 രൂപ തിരിച്ചു വാങ്ങിക്കാനുള്ളൊരു കാരണവും. തിരിച്ചു വാങ്ങിക്കുന്നത് മാത്രമല്ല സുജയ, നിയമവിരുദ്ധമായ കാര്യമാണ് ആ പഞ്ചായത്ത് നൽകിയത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ അവരുടെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിശദീകരണം ചോദിക്കാൻ പഞ്ചായത്ത് ആരാണ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പഞ്ചായത്തിൻ്റെ കീഴിലല്ല ഹരിതകർമ്മസേന വരുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് വേറെ സംവിധാനങ്ങളാണ്. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുടുംബശ്രീയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ വേറെ ഗുരുതരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് എന്തെങ്കിലും പരാതി കിട്ടണം. 50 രൂപ വാങ്ങിക്കുന്ന സ്ഥാനത്ത് 500 രൂപ വാങ്ങിക്കുന്നുവെന്നോ, ഈ പറയുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്ന വീട്ടുകളിലെ ആളുകളോട് മോശമായി പെരുമാറുന്നു എന്നോ അങ്ങനെയുള്ള പരാതികൾ പഞ്ചായത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് വിശദീകരണം ചോദിക്കാം, അതിൽ നടപടിയെടുക്കാം. സാധാരണ തദ്ദേശ സ്ഥാപനം ചെയ്യുന്നതെല്ലാം ചെയ്യാം. പക്ഷേ നിയമവിരുദ്ധമായി ഇവർ ചെയ്ത ഒരു നല്ല കാര്യം എന്തിനാണ് ഇങ്ങനെ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തത്? ഇത് മനുഷ്യത്വരഹിതം കൂടിയായിരുന്നു ഈ തീരുമാനം എന്നുള്ളതാണ് സുജയ. അതിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 30 ഹരിതകർമ്മസേന അംഗങ്ങൾ 1000 രൂപ വീതം സ്വന്തം നിലക്കിട്ടു. അങ്ങനെ 30,000 രൂപ. അതുകൂടാതെ അവരുടെ കൺസോർഷ്യത്തിന് ഒരു കോർപ്പസ് ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ നിന്ന് 20 രൂപ എടുക്കാനുള്ള തീരുമാനം അവരെല്ലാവരും ചേർന്നെടുത്തു. 20,000 രൂപ എടുക്കുകയും ചെയ്തു. 2020 പുറത്തിറക്കിയ സർക്കാരിൻ്റെ ഉത്തരവിൽ ഹരിതകർമ്മസേന എന്താണ്, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ചട്ടം വളരെ കൃത്യമായ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൽ 22ാമത്തെ പേജിൽ 6ാമതായി പറയുന്നുണ്ട്, കൺസോർഷ്യം കോർപ്പസ് ഫണ്ടിൽ നിന്ന് എങ്ങനെ ചെലവഴിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് തീരുമാനമെടുക്കാം. അതിലേക്കാണ് ഈ പഞ്ചായത്ത് കൈകടത്തുകയും വിശദീകരണ നോട്ടീസ് നൽകുകയും ആ വിശദീകരണ നോട്ടീസിന് മറുപടി കിട്ടിയ അന്നു തന്നെ നിങ്ങളെ പുറത്താക്കാതിരിക്കണമെങ്കിൽ ഉടൻ പണമടക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇവരോട് പറയുന്ന രീതിയിലേക്ക് കാര്യം വന്നത്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ഈ 30 പേർ വീണ്ടും പണം സ്വരൂപിച്ച് 20,000 രൂപയാക്കി ഇവർക്ക് 2 പേർക്കും കൊടുക്കേണ്ടി വരും. കാരണം അവർ ഓൾറെഡി ഈ ഫണ്ടിലേക്ക് അത് തിരിച്ചടച്ചു കഴിഞ്ഞു. സുജയ, പ്രശ്നം ഇതായിരുന്നു. അതായത് ഒരു പാലമേൽ പഞ്ചായത്ത്, തൊട്ടടുത്തുള്ള പഞ്ചായത്താണ്. അവർ പിന്നെ ഹരിതകർമ്മസേന പിരിച്ച പണം പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തതെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെയും അങ്ങനെ ചെയ്തുകൂടെ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ചോദിച്ചു. പക്ഷേ അവരുടെ ആഗ്രഹം അത് മന്ത്രിക്ക് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ MLA വഴി MP രാജേഷിന് ഈ പണം നേരിട്ട് വലിയ സന്തോഷത്തോടെ അവരുടെ പച്ച ഉടുപ്പൊക്കെ ഇട്ട് അവർ കൊടുക്കുന്നത്. അവർ കൊടുത്ത് പഞ്ചായത്തിലേക്ക് തിരിച്ചെത്തി തൊട്ടടുത്ത ദിവസമാണ് വിശദീകരണ നോട്ടീസ് കയ്യിൽ കിട്ടുന്നതും തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് പണം തിരിച്ചടക്കേണ്ടതായി വന്നതും. ഇത് നല്ല ഒരു മാതൃകയായിരുന്നു, അഭിനന്ദനാർഹമായ ഒരു സംഭവമായിരുന്നു. അതിനു പകരം ഇവരെ കുറച്ച് കാണിക്കാനും ഇവരെന്തോ വലിയ കുറ്റം ചെയ്തു എന്ന രീതിയിൽ പഞ്ചായത്ത് ഇവരെ ദ്രോഹിക്കുന്ന നടപടിയായി ഉണ്ടായത്. എന്തായാലും പഞ്ചായത്തിൻ്റെ വിശദീകരണം ലഭ്യമായിട്ടില്ല. അത് നമ്മൾ തേടുകയാണ്. മന്ത്രിയുടെ ഭാഗത്തുനിന്നും വിശദീകരണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം നിർധന വനിതകൾ എടുത്ത നല്ല തീരുമാനത്തെ ഇകഴ്ത്തി കാണിക്കുകയും ക്രൂശിക്കുകയുമാണ് ആ പഞ്ചായത്ത് ഇവരോട് ചെയ്തത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ.